മാർച്ച് 28, 2013 പഞ്ചാബിൽ ജീവിച്ചു വരുന്ന 24 വയസ്സുള്ള വർക്കാറാണിയും ഇംഗ്ലണ്ടിൽ ജോലി ചെയ്ത് ജീവിച്ചു വരുന്ന എന്നാൽ പഞ്ചാബ് സ്വദേശിയായ ജാസ്വീറും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. രണ്ടുപേരുടെയും മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടിയുള്ള ഒരു ആഡംബര വിവാഹമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ജാസ്വീർ ഇംഗ്ലണ്ടിലെ ഒരു സാധാരണ ജോലിക്കാരനല്ല, റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. വിവാഹത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്ന അദ്ദേഹം ലീവ് കഴിഞ്ഞപ്പോൾ തിരികെ ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം ലീവ് കഴിഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയായിട്ടുള്ള വർക്കയെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം വർക്കയ്ക്ക് വിസ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജാസ്വീർ ഒറ്റയ്ക്ക് ഇംഗ്ലണ്ടിൽ എത്തിയിട്ട് തന്റെ ജോലിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. സാധാരണ പോലെ ജോലിക്ക് പോയി തുടങ്ങി. ഇതേ സമയത്ത് ഭാര്യ വർക്ക നാട്ടിൽ വിസയ്ക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് കാത്തിരുന്നു. തുടർന്നുള്ള ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം 5 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മാസം 2023 വർക്ക ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെത്തിയ ഭാര്യയായിട്ടുള്ള വർക്കയെ ജാസ്വീർ ഇംഗ്ലണ്ടിലെ എല്ലാ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളും കൊണ്ടുചെന്ന് കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് അങ്ങോട്ട് വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അവരുടേത്. ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സെപ്റ്റംബർ 12 ജാസ്വീർ തന്റെ ഭാര്യയായിട്ടുള്ള വർക്കയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത്. വിവാഹത്തിന് ശേഷമുള്ള നല്ലൊരു ജീവിതം കൊതിച്ചിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയ വർക്കയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഈ കേസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി വരുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കും ഈ കേസിന്റെ അവസാനം സംഭവിക്കുക. ഒരു വലിയൊരു ട്വിസ്റ്റ്. വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഈ കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷൻ ലോകം. ഭാര്യ വർക്ക മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം ജാസ്വീർ വർക്കയുടെ വീട്ടിലും ജാസ്വീറിന്റെ വീട്ടിലും വളരെയധികം വിഷമത്തോടെ വിളിച്ച് പറയുകയാണ്, കരഞ്ഞുകൊണ്ട്. എന്തായാലും ആ വീട്ടുകാർ ജാസ്വീറിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. നീ വിഷമിക്കേണ്ട, എന്തായാലും അവൾ തിരിച്ചു വരുമെന്നാണ് ആ വീട്ടുകാരെല്ലാവരും ജാസ്വീറിനോട് പറഞ്ഞത്. നീ എന്തായാലും മനസ്സ് വിഷമിക്കാതിരിക്കുക എന്ന് ആ വീട്ടുകാർ ജാസ്വീറിനെ സമാധാനപ്പെടുത്തി. വർക്ക കാണാതായിട്ടുള്ള ആ ദിവസം രാത്രി 11 മണിയായ സമയത്ത് ജാസ്വീറിന്റെ വീട്ടിനടുത്തുള്ള നെയ്ബേഴ്സിന് വല്ലാത്തൊരു ബാഡ് സ്മെൽ ലഭിക്കുകയാണ്. ബാഡ് സ്മെൽ എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരം കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വല്ലാത്തൊരു ദുർഗന്ധമാണ് അവർക്ക് ലഭിച്ചത്. ഇത്തരത്തിൽ ഒരു മണം ലഭിച്ച ജാസ്വീറിന്റെ വീട്ടിനടുത്തുള്ള നെയ്ബേഴ്സ് അത് കാര്യമാക്കാതെ ഇത് സാധാരണ ഉള്ളതല്ലേ എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവരത് ശ്രദ്ധിക്കാതെ ഇരുന്നു. ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ കാരണം ഇവരുടെ ഈ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് മനുഷ്യരുടെ ശരീരം കത്തിക്കുന്ന ഒരു പൊതു സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്നവർക്ക് മനുഷ്യരുടെ ശരീരം കത്തിക്കുമ്പോൾ വരുന്ന ആ ഒരു സ്മെല്ല് ലഭിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അതുകൊണ്ടാണ് അവർ അത് കാര്യമാക്കാതിരുന്നത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞതും അവിടെയുള്ള നെയ്ബേഴ്സിന് വീണ്ടും സംശയം വരാനായി തുടങ്ങി. ഇങ്ങനെ സംശയം വരാൻ കാരണം ആ ഒരു ദിവസം അവിടെ ഇത്തരത്തിൽ ശരീരം കത്തിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ബോഡിയും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഏതാണ് സ്മെല്ല് എന്ന് അവരെല്ലാവരും ആലോചിച്ചു. ഈ ദുർഗന്ധം എവിടുന്നാണ് വരുന്നതെന്ന് അവിടെ താമസിക്കുന്ന എല്ലാവരും അവരുടെ വീട്ടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്ന് നോക്കിയ സമയത്താണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ മണം വരുന്നത് ജാസ്വീറിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുമാണ്. അവരെല്ലാവരും നേരെ ജാസ്വീറിന്റെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്ന ജാസ്വീറിനോട് അവരെല്ലാവരും ഒരുമിച്ച് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വെളിയിലേക്ക് വരുന്നുണ്ട്, എന്താണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിനുള്ളിൽ ചെയ്യുന്നതെന്ന്. സോ ഇതിന് മറുപടിയായിട്ട് ജാസ്വീർ പറഞ്ഞ കാര്യം, എൻ്റെ വീടിൻ്റെ ഗാർഡൻ എല്ലാം തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വേസ്റ്റ് എല്ലാം തന്നെ ഞാൻ കൂട്ടിയിട്ട് കത്തിച്ചതാണ്. അതിൻ്റെ മണമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക എന്നാണ് ജാസ്വീർ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. മനുഷ്യരെ കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സ്മെല്ലാണ് ലഭിക്കുക എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ജാസ്വീറിന്റെ വീട്ടിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ല് മനുഷ്യനെ കത്തിച്ച സ്മെല്ല് തന്നെയാണെന്ന് അവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. നെയ്ബേഴ്സിന് ഇത്തരത്തിലൊരു സംശയം അവരുടെ മനസ്സിൽ തോന്നിയെങ്കിലും അവരാരും അത് വെളിയിൽ കാണിച്ചില്ല. അവരെല്ലാവരും അവരവരുടെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം പുലർച്ചെ 5 മണിക്ക് ഇതേപോലൊരു സ്മെല്ല് വീണ്ടും അവർക്ക് ലഭിക്കാനായി തുടങ്ങി. ഇനിയും ഒട്ടും വൈകിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നെയ്ബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ പോലീസുകാർ ജാസ്വീറിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അവർ എത്തിയ പാടെ ജാസ്വീറിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വീട്ടിൽ കത്തിക്കുന്നത്? ഇത്തരത്തിൽ നെയ്ബേഴ്സ് എല്ലാവരും ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്താണ് കത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിയുമോ എന്നാണ് പോലീസുകാർ ജാസ്വീറിനോട് ചോദിച്ചത്. ഇത് കേട്ട പാടെ ജാസ്വീർ പറഞ്ഞ മറുപടി, നെയ്ബേഴ്സിനോട് ജാസ്വീർ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ജാസ്വീർ പോലീസുകാരോടും പറഞ്ഞത്. അതായത് എൻ്റെ വീട്ടിലെ ഗാർഡൻ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഗാർഡനിൽ നിന്ന് ലഭിച്ച വേസ്റ്റ് ആണ് ഞാൻ ഇത്തരത്തിൽ കത്തിക്കുന്നത് എന്നാണ് അയാൾ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ടപ്പോൾ പോലീസുകാർ പറഞ്ഞത്, നിങ്ങൾ ഇത്തരത്തിൽ കത്തിക്കുന്ന ഈ ഒരു കാര്യം ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിയുമോ എന്നാണ്. നിങ്ങളിങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് വേസ്റ്റ് മാത്രമാണ് അത് എന്ന് ജാസ്വീർ വീണ്ടും പറഞ്ഞു. സോ എന്തായാലും ഞങ്ങളത് കണ്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കത്തിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോലീസുകാർ നടന്ന് നീങ്ങുകയാണ്. പോലീസുകാർ ജാസ്വീറിന്റെ
വീട്ടിൻ്റെ പുറകിൽ ഇത്തരത്തിൽ ഈ കത്തിക്കുന്ന ഭാഗത്തേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച, അതായത് ഇംഗ്ലണ്ടിൽ ഇതുപോലുള്ള വേസ്റ്റ് എല്ലാം തന്നെ കത്തിക്കാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ബോക്സ് ഉണ്ടാവും. ആ ഒരു ബോക്സിനുള്ളിൽ ഇട്ടിട്ടായിരിക്കും ഇതെല്ലാം തന്നെ കത്തിക്കുക. സോ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഈ പറയുന്ന ദുർഗന്ധം വെളിയിലേക്ക് വരുന്നത്. എന്തായാലും ആ ഒരു ബോക്സ് തുറന്ന് നോക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. ഇത് തുറക്കാനായിട്ട് പോയ സമയത്ത് ജാസ്വേർ പറഞ്ഞു, സാർ അത് തുറന്ന് നോക്കുകയൊന്നും വേണ്ട, അതിനുള്ളിൽ ധാരാളം വേസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിരിക്കാൻ കഴിയില്ല എന്നെല്ലാം ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞിട്ട് ജാസ്വേർ അവരെ അത് തുറക്കാതിരിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പോലീസുകാർ നിർബന്ധിച്ചിട്ട് ആ ഒരു ബോക്സ്, ഇത്തരത്തിൽ കത്തിക്കുന്ന ആ ഒരു ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും അവർ തരിച്ച് നിന്നുപോയി. കാരണം അതിനുള്ളിൽ ഉണ്ടായിരുന്നത് വിറകോ വേസ്റ്റ് കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു മനുഷ്യനാണ് അതിനുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയാനകമായിട്ടുള്ള ഈ കാഴ്ച കണ്ട ഉടനെ പോലീസുകാർ ജാസ്വേറിനെ അറസ്റ്റ് ചെയ്തിട്ട് കസ്റ്റഡിയിലാക്കി. അതിനുശേഷം അവിടേക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുവരികയും ആ ഒരു ബോക്സിനുള്ളിൽ പകുതി കത്തിയ നിലയിൽ ഉണ്ടായിരുന്ന ആ ഒരു ശരീരത്തെ വെളിയിലേക്ക് എടുക്കുകയും ചെയ്തു. അതൊരു സ്ത്രീയുടെ ശരീരമാണോ പുരുഷൻ്റെ ശരീരമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് അവർ ആ ശരീരം ലാബിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ലാബിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ അതൊരു സ്ത്രീയുടെ ശരീരമാണ് എന്ന് അവിടെയുള്ള പോലീസുകാർക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ആ ഒരു സ്ത്രീയുടെ ശരീരം ആ പറയുന്ന ബോക്സിനുള്ളിൽ വെളിയിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ശരീരം മാത്രമല്ലാതെ കുറച്ച് വസ്തുക്കൾ കൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡ് നെക്ലസ്, അത് മാത്രമല്ലാതെ JV എന്ന് എഴുതിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ധരിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതെ, ആ ശരീരം നിങ്ങളെല്ലാവരും ഗസ് ചെയ്തതുപോലെ അത് ജാസ്വേറിൻ്റെ ഭാര്യയായിട്ടുള്ള വർക്കിയുടെ ശരീരം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ജാസ്വേറിനോട് ചോദിച്ച സമയത്ത് ജാസ്വേർ പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇതാണ്. ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് എത്തിയ വർക്കിയെ ജാസ്വേർ ഇംഗ്ലണ്ടിലെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുവന്ന് കാണിച്ചു എന്ന് പറഞ്ഞില്ലേ. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരുടെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം ജാസ്വേറിന് ഒരു കാര്യം മനസ്സിലായി, വർക്കയ്ക്ക് തന്നെ ഇഷ്ടമേ ആയിരുന്നില്ല. അതുമാത്രമല്ലാതെ വർക്ക തന്നെ വിവാഹം കഴിക്കാനായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് ജാസ്വേർ തിരിച്ചറിയുകയാണ്. വർക്ക യഥാർത്ഥത്തിൽ വളരെയധികം ഫ്രീഡം അനുഭവിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നാൽ തൻ്റെ മാതാപിതാക്കളുടെ ഇടയിൽ ജീവിക്കുന്ന സമയത്ത് വർക്കയ്ക്ക് ആ ഒരു ഫ്രീഡം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വളരെയധികം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് വർക്ക ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർക്കയുടെ മാതാപിതാക്കൾ ഇത്തരത്തിൽ മാട്രിമോണി വഴി ജാസ്വേറിന്റെ വിവാഹാലോചന കൊണ്ടുവരുന്നത്. ജാസ്വേർ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വർക്ക മനസ്സിലാക്കിയപ്പോൾ വർക്കയ്ക്ക് വളരെയധികം സന്തോഷമായി. അതായത് താനും ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ ആരും ഒന്നിനും തടയില്ല, തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്ന് വർക്ക മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിൽ ഇംഗ്ലണ്ടിൽ എത്താൻ വേണ്ടി മാത്രമാണ് വർക്ക ജാസ്വേറിനെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യമാണ് ജാസ്വേർ മനസ്സിലാക്കിയത്. ഇങ്ങനെ ജാസ്വേർ മനസ്സിലാക്കാൻ കാരണം ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ വർക്കയും ജാസ്വേറും കൂടിയിട്ട് ചുറ്റി കണ്ട് കറങ്ങിയ ശേഷം ഒരു ദിവസം വർക്ക ജാസ്വേറിനോട് പറയാണ്, എനിക്ക് ഡിവേഴ്സ് വേണമെന്ന്. അതായത് എനിക്ക് നിൻ്റെ കൂടെ നീ പറയുന്നത് കേട്ട് ജീവിക്കാനായിട്ട് എനിക്ക് കഴിയില്ല, എനിക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കണം, അതുകൊണ്ട് തന്നെ എനിക്ക് നീ ഡിവോഴ്സ് തരണമെന്ന് വർക്ക ജാസ്വേറിനോട് പറയുന്നു. ഇത് കേട്ട ജാസ്വേർ സത്യത്തിൽ വല്ലാതെ ഷോക്കായിപ്പോയി. വർക്ക പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാനായിട്ട് ജാസ്വേറിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിൻ്റെ കാര്യം ഒരിക്കലും എനിക്ക് തരാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്വേർ ആ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ ഇവരുടെ വീട്ടിൽ ഒന്നും സംസാരിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ ഇത്തരത്തിൽ വർക്ക ജാസ്വേറിനെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഈ പറയുന്ന ഡിവോഴ്സിൻ്റെ കാര്യത്തെ ചൊല്ലിയിട്ട്. അങ്ങനെ 2013 സെപ്റ്റംബർ 12 തീയതിയും വർക്ക ജാസ്വേറിനോട് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വല്ലാതെ തർക്കിക്കാനായി തുടങ്ങി. അവർ രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവർ തമ്മിലുള്ള ഈ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക ജാസ്വേറിനെ കൈനീട്ടി അടിക്കുകയും ചെയ്തു. ഈ ഒരു അടി കൊണ്ടപ്പോൾ ജാസ്വേറിന് വല്ലാതെ ദേഷ്യം വന്നു. അങ്ങനെ തൊട്ടടുത്തുണ്ടായിരുന്ന വാക്വം ക്ലീനറിൻ്റെ ആ ഒരു വയറ് വെച്ചിട്ട് ജാസ്വേർ വർക്കയുടെ കഴുത്തിൽ ചുറ്റിയിട്ട് വല്ലാതെ ഇറുക്കുകയാണ്. കാരണം ആ ഒരു ദേഷ്യം ഉള്ളിൽ ഉണ്ടായിരുന്നു, അടികൊണ്ടതിൻ്റെ ദേഷ്യം. ആ ഒരു ദേഷ്യം തീരുന്നത് വരെ ഇത്തരത്തിൽ ആ ഒരു വയറ് കൊണ്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞെരിക്കുന്നതിനിടയിലാണ് വർക്ക മരിച്ചു പോകുന്നത്. വർക്ക ഇത്തരത്തിൽ മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ജാസ്വേറിൻ്റെ ആ ഒരു ദേഷ്യം കുറഞ്ഞപ്പോഴാണ് താൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം ജാസ്വേർ മനസ്സിലാക്കുന്നത്. അങ്ങനെ വല്ലാത്തൊരു വെപ്രാളമായി ജാസ്വേറിന്. എന്തായാലും തൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് ജാസ്വേറിന് ഉറപ്പായി. എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ജാസ്വേർ ആലോചിച്ച സമയത്താണ് ഇത്തരത്തിൽ ഗാർഡനിലുള്ള ഇത്തരത്തിൽ ഈ വേസ്റ്റ് കത്തിക്കുന്ന ആ ഒരു ബോക്സിൻ്റെ കാര്യം ജാസ്വേറിന് ഓർമ്മ വരുന്നത്. അങ്ങനെ ഈ ഒരു ശരീരം അതിലിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ഭാര്യ ഇത്തരത്തിൽ കൊന്നത് ഞാനാണെന്ന് തെളിയില്ല എന്നാണ് ജാസ്വേർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോഡി കത്തിക്കുന്ന സമയത്ത് മണം വെളിയിൽ വരാതിരിക്കാനായിട്ട്, ആരും ഇത് കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് അവിടെയുള്ള നെയ്ബേഴ്സ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇത് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്
രാത്രി 11 മണിയോടുകൂടി ഇത് കത്തിക്കാനായിട്ട് ആരംഭിച്ചത്. ഈ ഒരു കത്തിക്കുന്ന തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് തൻ്റെ ഭാര്യ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പടർത്തി വിട്ട് കഴിഞ്ഞാൽ ആർക്കും തന്നെ യാതൊരു സംശയവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ ഭാര്യ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇതാണ് അന്ന് സംഭവിച്ചത് എന്നാണ് ജാസ്പേർ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത്. ഒരുപാട് പ്രതികളെ കണ്ട, പ്രതികളുടെ കൺഫെഷൻ ഒരുപാട് കേട്ടിട്ടുള്ള പോലീസുകാർക്ക് ജാസ്പേർ പറഞ്ഞ ഈ ഒരു കാര്യം വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ജാസ്പേർ പറഞ്ഞതിൽ ചിലതെല്ലാം തന്നെ സത്യമുണ്ട്, എന്നാൽ ചിലത് കള്ളവുമാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കി. പോലീസുകാരുടെ മനസ്സിൽ തോന്നിയ ഈ ഒരു സംശയം തീർക്കാനായിട്ട് അവർ നേരെ പോയത് ജാസ്പേറിൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന നെയ്ബേഴ്സിന് അരികിലേക്കാണ്. അവർ അവിടെ ചെന്നിട്ട് വർക്കയെക്കുറിച്ച് അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യം, ജാസ്പേറിൻ്റെ ഭാര്യയായിട്ടുള്ള വർക്ക വളരെ നല്ല കുട്ടിയാണ്, ഞങ്ങളെല്ലാമായിട്ട് വളരെയധികം കമ്പനിയാണ്, അത് മാത്രമല്ലാതെ വർക്ക വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ജാസ്പേറിനോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നതെന്നാണ് അവിടെയുള്ള നെയ്ബേഴ്സ് എല്ലാവരും പറഞ്ഞത്. ഒരുപാട് സ്നേഹം കാണിച്ച് ഇടപെട്ട പെൺകുട്ടി ഇംഗ്ലണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജാസ്പേറിനെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും അവിടെയുള്ള നെയ്ബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയ്ബേഴ്സ് പോലീസുകാരോട് വർക്കയെ പറ്റി പറഞ്ഞ ഈ ഒരു കാര്യം പോലീസുകാർക്ക് ജാസ്പേറിനോട് തോന്നിയ സംശയം ഉറപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അതുകൂടാതെ ഫോറൻസിക് ടീം ആ ഒരു വീട്ടിലേക്ക് എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത സമയത്ത് ജാസ്പേറിൻ്റെ ഐപാഡ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഐപാഡ് എടുത്തതിൽ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ ചില ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടപ്പോൾ പോലീസുകാർക്ക് ഈ പറയുന്ന സംശയം കൂടുതൽ തോന്നാനായി തുടങ്ങി. എന്തായാലും ജാസ്പേർ കൺഫസ് ചെയ്ത ആ ഒരു കാര്യത്തിൽ എന്തെല്ലാമോ തിരിമറി സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാമോ മാറ്റി പറയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസുകാർക്ക് യാതൊരു തർക്കവും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോലീസുകാർ അവരുടെ ആ ഒരു ചോദ്യം ചെയ്യലിൻ്റെ രീതി തന്നെ മാറ്റുകയാണ്. അതായത് പോലീസുകാർ പോലീസ് മുറയിൽ ജാസ്പേറിനോട് കൂടുതൽ ചോദ്യം ചെയ്യാനായി തുടങ്ങി. പോലീസുകാരുടെ മർദ്ദനമുറ താങ്ങാൻ കഴിയാതെ ജാസ്പേർ പോലീസുകാരോട് തുറന്ന് പറഞ്ഞ യഥാർത്ഥ സത്യം ഇതാണ്. ഈ ഒരു സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നത് തന്നെ വർഷങ്ങൾക്ക് മുമ്പാണ്. ജാസ്പേറിന് 14 വയസ്സുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ ജാസ്പേർ സ്കൂളിൽ പഠിക്കുകയാണ്. ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജാസ്പേർ തൻ്റെ കൂട്ടുകാരുടെ കൂടെയെല്ലാം തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെൺകുട്ടികൾ തൻ്റെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് ഈ കൂട്ടുകാരെല്ലാം തന്നെ അവരെ കമൻറ്റ് പറയുകയും അവരെ ഒരു ടീനേജറിൻ്റെ മനോഭാവമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്യും. അതായത് അവരുടെ ചില കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. ഇത്തരത്തിൽ ഒരു സ്ത്രീയോട് തോന്നുന്ന, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് തോന്നുന്ന അഫെക്ഷൻ അവർ വെളിയിൽ കാണിക്കും, ഈ കൂട്ടുകാരെല്ലാം തന്നെ. എന്നാൽ ജാസ്പേറിന് സ്ത്രീകളോട് ഇത്തരത്തിലൊരു അഫെക്ഷൻ ഇല്ലായിരുന്നു. സ്ത്രീകളെ ഇത്തരത്തിൽ ഒരു വികാരപരമായിട്ടുള്ള നോട്ടമോ അല്ലെങ്കിൽ അവരോട് ആ രീതിയിലൊന്നും നോക്കി കാണാനായിട്ട് ജാസ്പേറിന് കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് തൻ്റെ സുഹൃത്തുക്കൾക്ക് പെൺകുട്ടികളെ കാണുമ്പോൾ തോന്നുന്ന ആ ഒരു വികാരം തനിക്ക് തോന്നാത്തതെന്ന് ജാസ്പേർ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തനിക്ക് തോന്നുമായിരിക്കും എന്നാണ് ജാസ്പേർ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ടീനേജറിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടും ജാസ്പേറിന് സ്ത്രീകളോട് ഒരു പുരുഷന് തോന്നേണ്ട തോന്നലുകൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അങ്ങനെ അവസാനം ജാസ്പേർ മനസ്സിലാക്കുകയാണ് താനൊരു ഹോമോസെക്ഷൽ ആണ് എന്ന്. അതായത് താനൊരു ഗേ ആണെന്നുള്ള സത്യം ജാസ്പേർ തിരിച്ചറിയുകയാണ്. താനൊരു ഗേ ആണെന്നുള്ള കാര്യം തൻ്റെ വീട്ടുകാരോട് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം ജാസ്പേറിന് ഉണ്ടായിരുന്നില്ല. അവർ തന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക എന്നാണ് ജാസ്പേർ വിചാരിച്ചത്. നമ്മുടെ നാട്ടിൽ ഗേ കൾച്ചർ എന്ന് പറയുന്നത് ജനങ്ങൾ ഏത് രീതിയിലാണ് നോക്കിക്കാണുക എന്നത് ജാസ്പേറിന് നന്നായിട്ട് അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഗേ ആണെന്നുള്ള കാര്യം തൻ്റെ മനസ്സിൽ തന്നെ ജാസ്പേർ കുഴിച്ചു മൂടി. ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്താണ് ജാസ്പേറിന് ഒരു കാര്യം മനസ്സിലായത്. വെളി രാജ്യങ്ങളിലെല്ലാം തന്നെ ഗേ കൾച്ചറിനെ വളരെയധികം റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ കാണുന്നത്. ഒരു സാധാരണ മനുഷ്യരെ പോലെ തന്നെ, യാതൊരു വ്യത്യാസവും അവരിൽ ആരും തന്നെ നോക്കിക്കാണില്ല. ഇത് മനസ്സിലാക്കിയ ആ ദിവസം മുതൽ ജാസ്പേർ വെളി രാജ്യത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തിക്കൊണ്ടേയിരുന്നു. തുടർന്ന് ജാസ്പേർ വിചാരിച്ച പോലെ ഇംഗ്ലണ്ടിൽ നല്ലൊരു ജോലി ജാസ്പേറിന് ലഭിക്കുകയും ജാസ്പേർ ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ എത്തിയ പാടെ ജാസ്പേർ ആദ്യം ചെയ്ത കാര്യം ഇംഗ്ലണ്ടിലുള്ള ഗേ ക്ലബ്ബിൽ ചേരുക എന്നതാണ്. ഗേ ക്ലബ്ബിൽ ചേർന്ന ശേഷം ജാസ്പേറിന് ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണറെ കണ്ടെത്തുകയും അവൻ്റെ കൂടെ തുടർന്നുള്ള ജീവിതം ആഘോഷമാക്കുകയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് ജാസ്പേറിൻ്റെ വീട്ടിൽ മറ്റൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു, വിവാഹാലോചന. തൻ്റെ വീട്ടിൽ നടക്കുന്ന തനിക്ക് വേണ്ടിയുള്ള വിവാഹാലോചനയെല്ലാം തന്നെ മുടക്കാനായിട്ട് ജാസ്പേറിനെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം തന്നെ ശ്രമിച്ചു. പക്ഷേ വീട്ടുകാരുടെ ആ ഒരു പ്രഷർ താങ്ങാൻ കഴിയാതെ അവസാനം വീട്ടുകാർ പറയുന്ന വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ജാസ്പേറിന്. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് തിരികെ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയ ജാസ്പേർ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന വർക്കയെ കണ്ട സമയത്ത് അയാൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. അതായത് സ്ത്രീകളോടുള്ള ആ രീതിയിലുള്ള ഇഷ്ടമല്ല, ഒരു സുഹൃത്ത് എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടം. വർക്കയുടെ ശരീരത്തെ ജാസ്പേറിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ വർക്ക എന്ന വ്യക്തിയെ ജാസ്പേറിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിവാഹത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ്
ജാസ്പേർ നിന്നു കൊടുത്തത്. വിവാഹം കഴിഞ്ഞ ജാസ്പേർ ഇംഗ്ലണ്ടിലേക്ക് തിരികെ എത്തി. 5 മാസങ്ങൾക്ക് ശേഷം വർക്കിയും ഇംഗ്ലണ്ടിലേക്ക് എത്തി. വെളിയിൽ നിന്നും നോക്കുന്നവർക്ക് അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നാണ് കരുതുക. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ജാസ്പേറിന് വർക്കിയെ ഇഷ്ടമാണെങ്കിൽ കൂടിയും ഫിസിക്കലായിട്ട് വർക്കിയെ അംഗീകരിക്കാനായിട്ട് ഒരു ഗേ ആയിട്ടുള്ള ജാസ്പേറിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. അവൻ പലതവണ ഇതിനു വേണ്ടി ശ്രമിച്ചു നോക്കിയെങ്കിലും അവനത് കഴിയുന്നേയില്ല. പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ കപ്പിൾസിനിടയിൽ ഉണ്ടാവുന്ന യാതൊരു ബന്ധവും അവർ തമ്മിൽ ഉണ്ടാവുന്നേയില്ല. ആദ്യമൊന്നും തന്നെ വർക്ക ഇതിനെക്കുറിച്ച് വറീഡ് ആയിരുന്നില്ല. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർ തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ വർക്ക ഇതിനെക്കുറിച്ച് ജാസ്പേറിനോട് ചോദിക്കാനായി തുടങ്ങി. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ജാസ്പേറിനോട് എപ്പോഴെല്ലാം ചോദിക്കുന്നോ ആ സമയത്തെല്ലാം തന്നെ ജാസ്പേർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കാനും തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ 12, 2013 വർക്ക യാദൃശ്ചികമായിട്ട് ജാസ്പേറിൻ്റെ ഐപാഡ് എടുത്ത് നോക്കുകയാണ്. ഇങ്ങനെ നോക്കിയ സമയത്താണ് ആ ഒരു ഐപാഡിനുള്ളിൽ ജാസ്പേർ മറ്റൊരു പുരുഷനുമായിട്ട് ഡ്രസ്സില്ലാതെ നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ വർക്ക കാണുന്നത്. സോ അങ്ങനെ അവസാനം വർക്കയ്ക്ക് മനസ്സിലായി ജാസ്പേർ ഒരു ഗേ ആണെന്ന്. താൻ കണ്ട ഐപാഡിലെ ആ ഒരു ഫോട്ടോസ് കാണിച്ചിട്ട് വർക്ക ജാസ്പേറിനോട് ചോദിച്ചു, നിങ്ങൾ ഇത്തരത്തിൽ ഗേ ആണോ എന്ന്. അപ്പോൾ തന്നെ ജാസ്പേർ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതുകൂടെ കേട്ടപ്പോൾ വർക്കയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എൻ്റെ ജീവിതം കൂടെ നിങ്ങൾ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ജാസ്പേറിനെ വല്ലാതെ ചീത്ത പറയാനായി തുടങ്ങി. അതുമാത്രമല്ലാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഗേ ആണെന്നുള്ള കാര്യം നമ്മൾ രണ്ടുപേരുടെയും വീട്ടിലേക്ക് ഞാൻ വിളിച്ച് പറയാൻ പോവുകയാണ്. കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാരെ വിളിച്ച് പറയാനായിട്ട് പോവുകയാണ് വർക്ക. എന്നാൽ ജാസ്പേർ ഇതിനെ തടയുകയും ചെയ്തു. ദയവ് ചെയ്ത് നമ്മുടെ വീട്ടുകാരോട് ഇതിനെപ്പറ്റി പറയരുത് എന്ന് ജാസ്പേർ ഒരുപാട് തവണ വർക്കയോട് പറഞ്ഞു. ജാസ്പേറിനെ സംബന്ധിച്ചിടത്തോളം വർക്കയ്ക്ക് ഡിവോഴ്സ് കൊടുക്കാനായിട്ട് അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഡിവോഴ്സിൻ്റെ കാരണം താൻ ഗേ ആണെന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് ജാസ്പേറിൻ്റെ പ്രശ്നം. താൻ ഗേ ആണ് എന്നുള്ള കാര്യം നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയുമെന്ന് ഓർത്തപ്പോൾ അത് ജാസ്പേറിന് അംഗീകരിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്പേർ ഒരുപാട് തവണ വർക്കിയോട് പറഞ്ഞു നോക്കി, ഞാൻ ഇത്തരത്തിൽ ഗേ ആണെന്നുള്ള കാര്യം നീ ആരോടും പറയരുത്, ദയവ് ചെയ്ത് നീ എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് ജാസ്പേർ വർക്കിയോട് ഒരുപാട് തവണ പറഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ പറയാതിരുന്നു കഴിഞ്ഞാൽ വർക്കിയുടെ ജീവിതം ഇല്ലാതാവുമെന്ന് വർക്കയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വീട്ടുകാരെ വിളിച്ച് പറയാനായിട്ട് വർക്ക പോവുകയാണ്. പെട്ടെന്നാണ് ജാസ്പേറിന് ആ ഒരു ബുദ്ധി തോന്നുന്നത്, വർക്കയെ ഇല്ലാതാക്കാമെന്ന്. വർക്ക മരിച്ചു കഴിഞ്ഞാൽ താൻ ഗേ ആണെന്നുള്ള കാര്യം ആരും അറിയില്ല എന്ന് ജാസ്പേറിന് തോന്നുന്നു. അങ്ങനെ ജാസ്പേറിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വാക്വം ക്ലീനറിൻ്റെ വയർ വെച്ചിട്ടാണ് വർക്കയെ അയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നത്. ഇതാണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ജാസ്പേർ പോലീസുകാരോട് തുറന്നു പറഞ്ഞു. സത്യമായിട്ട് ജാസ്പേർ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് പോലീസുകാർ ഈ കേസ് കോടതിയിൽ എത്തിച്ചു. കോടതി ജാസ്പേറിന് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് 21 വർഷത്തെ തടവാണ്. യഥാർത്ഥത്തിൽ ജാസ്പേറിന് ഈ കേസ് ഇത്രയധികം കോംപ്ലിക്കേഷൻ ആക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. അതായത് ജാസ്പേർ ഇംഗ്ലണ്ടിലെത്തി, ജാസ്പേർ വിചാരിച്ച പോലെയുള്ള ഒരു ഗേ കപ്പിളിനെ തിരഞ്ഞെടുത്തു, നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇനിയിപ്പോൾ വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ജാസ്പേറിന് പറയാമായിരുന്നു, ഞാൻ ഇത്തരത്തിലാണ്, എൻ്റെ ഇഷ്ടം ഇതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയായിരുന്നു. കാരണം ജീവിതം ഇനിയും മുന്നോട്ട് പോയിട്ട് ജീവിച്ച് തീർക്കേണ്ടതാണ്. ഇതൊരിക്കലും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ഇതുമല്ലെങ്കിൽ വർക്ക ഡിവോഴ്സ് ചോദിച്ച ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലും ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് കൊടുക്കാമായിരുന്നു. വീട്ടുകാരോട് ഈ പറയുന്ന ഗേ ആണെന്ന് അറിയിച്ചാലും യാതൊരു കുഴപ്പം വിചാരിക്കേണ്ടതേ ഇല്ലായിരുന്നു. പക്ഷേ അവിടെ അതൊന്നും ചെയ്തില്ല, നേരെ കൊലപാതകമാണ് ചെയ്തത്. വീട്ടുകാരിൽ നിന്നും എന്ത് മറച്ചു വെക്കണം എന്ന് വിചാരിച്ചിട്ടാണോ ഇതെല്ലാം തന്നെ ചെയ്തു കൂട്ടിയത്. അവസാനം എല്ലാവരും ഈ ഒരു കാര്യം അറിയുകയും ചെയ്തു. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം അവൻ ഇല്ലാതാക്കി. സോ ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.